സകല വിഷയങ്ങളിലും അന്ധമായ ഭക്തിയാണോ അത് ആപത്തിലാണ്. പാമ്പ് കടിയേറ്റ യുവതിയെ ചാണകത്തിൽ കുഴിച്ചിട്ടാൽ ജീവൻ തിരിച്ചു വരുമെന്ന് അന്ധമായി വിശ്വസിച്ചു. അങ്ങനെ പാമ്പ് കടിയേറ്റ ആ സ്ത്രീയെ ചാണകത്തിൽ 25 മണിക്കൂർ കുഴിച്ചിട്ടു. മണിക്കൂർ കഴിഞ്ഞപ്പം പിന്നെന്ത് ചെയ്തു? തോണ്ടി നോക്കിയപ്പം ആ പെണ്ണ് ചത്തിരുന്നു. ആ പെണ്ണിൻ്റെ വിഷം ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ കുഴിച്ചിട്ടതാണ്. പക്ഷേ എന്തായിപ്പോയി? ചാണകം രക്ഷിച്ചില്ല. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പം അതിൻ്റെ പിന്നാലെ, അതിൻ്റെ യുക്തി നോക്കാതെ പിന്നാലെ പോയാൽ ജീവിതം നശിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ UP-യിൽ ഗംഗാ നദി വല്ലാത്ത പ്രളയത്തിലാണ്. ഈ പ്രളയത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവിടുത്തെ ഒരു മന്ത്രി എഴുതുകയുണ്ടായി, ഓരോ ആളുകളുടെയും കാല് കഴുകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കാല് കഴുകുന്ന പ്രക്രിയയാണ് ഈ പ്രളയം. അതുകൊണ്ട് 18 പേര് മരിച്ചാലും 20 പേര് മരിച്ചാലും അതെല്ലാം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഗംഗാനദിയുടെ ഒരു കാല് കഴുകൽ പ്രക്രിയയാണ് എന്ന് മനസ്സിലാക്കി സമാധാനിക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. പ്രതിരോധങ്ങളൊന്നും ചെയ്യാതെ അതിൽ ഇനിയും ധാരാളം ആളുകൾ മരിക്കട്ടെ, കാല് കഴുകട്ടെ, അത് ഗംഗാനദിയുടെ പ്രവർത്തനമല്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കട്ടെ, നമുക്ക് ഇവിടെ സുഖിച്ച് ഭരിക്കാം എന്നുള്ള ചിന്തയാണ് പലരും പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ എത്രയോ അപകടകരമായ ചിന്തയാണ്.